ഏപ്രിൽ 1944 മുതൽ ജൂൺ 1944 വരെ ഈ കൊഹിമ, നാഗാലാൻഡിലെ കൊഹിമ കുന്നുകളിൽ വെച്ച് ബ്രിട്ടനും ജപ്പാനും രണ്ടാം ലോകമഹായുദ്ധത്തിൽ നടത്തിയ നേരിട്ടുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട 1420 പട്ടാളക്കാരുടെ സോൾജേഴ്സിൻ്റെ ശവക്കല്ലറകളാണ് ഇവിടെയുള്ളത്. അതിൽ 1082 ആളുകളും ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു. 330 പേർ ഇന്ത്യക്കാരാണ്, 3 പേർ ഓസ്ട്രേലിയക്കാരാണ്, 5 പേർ കനേഡിയൻ പൗരന്മാരാണ്. അങ്ങനെ 1420 സോൾജേഴ്സ് ആർ ബറിഡ് ഹിയർ. ഇത്രയും ആളുകളാണ് ഇവിടെ സംസ്കരിച്ചിരിക്കുന്നത്. നേരിട്ടുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ എടുത്തു പറയേണ്ടത് ജപ്പാൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് INA, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സൈന്യവും മറുഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നേടണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ജപ്പാൻ സൈന്യത്തോടൊപ്പമാണ് INAയുടെ ഒരു വിഭാഗം നിന്നിരുന്നത്. അങ്ങനെ ബ്രിട്ടൻ ഒരു ഭാഗത്തും ജപ്പാൻ മറുഭാഗത്തുമായി നടന്ന യുദ്ധത്തിലാണ് ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരൊക്കെ 20 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു. ഓരോ സ്ഥലത്തും എഴുതി വച്ചിരിക്കുന്നു. ഇവിടെ മുകളിൽ തന്നെ എഴുതി വെച്ചത്, ഞങ്ങളുടെ ഇന്നിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ നല്ല നാളേക്ക് വേണ്ടിയാണെന്ന് നാട്ടിൽ പോയി പറയണമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഓരോ ശവക്കല്ലറയിലും എഴുതി വെച്ചിരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരന്മാരുടെയും വളരെ സങ്കടത്തോടു കൂടിയുള്ള വാചകങ്ങളാണ്. നമുക്ക് സ്വർഗത്തിൽ വീണ്ടും കാണാമെന്നുള്ള വാചകങ്ങളാണ്. അത്തരം വാചകങ്ങൾ ഓരോ ശവക്കല്ലറകളെയും കണ്ണ് നനയിക്കുന്ന രൂപത്തിൽ എഴുതി വച്ചിരിക്കുന്ന വലിയൊരു സെമിത്തേരിയാണ് കൊഹിമയിലെ ഈ കുന്നിൻ മുകളിലുള്ളത്. ഇതൊരു ടെന്നീസ് കോർട്ടായിരുന്നു, അത് പിന്നീട് ഒരു സെമിത്തേരിയായിട്ട് കൺവേർട്ട് ചെയ്തതാണ്.